തലസ്ഥാനത്തെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വി രാജേഷ് അടുത്ത 5 വർഷം തൻ്റെ മുഖ്യ യോജന എന്താണെന്ന് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യം ചിലപ്പോൾ നാവിൽ വികട സരസ്വതി കയറും. ആത്മാർത്ഥമായി തുറന്നു പറയും. സുതാര്യമായ അഴിമതി രഹിത ഭരണം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും. സുതാര്യമായ അഴിമതി രഹിത ഭരണം. അതെ, കീശ വീർപ്പിക്കൽ യോജന. അഴിമതി കാട്ടി മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരു വിശുദ്ധനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ, അയാളെ ഇകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോഴാണ് പുതിയ മേയർ, ഏത് മേയർ, BJP അഭിമാനപൂർവ്വം അവതരിപ്പിച്ചിരിക്കുന്ന മേയറെ കുറിച്ച് BJPക്കാർ തന്നെ എന്താണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം BJPയിൽ നിന്ന് എന്തിനാണ് സംഘടനാ നടപടി നേരിട്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് BJPക്കാർ തന്നെ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അറിയണം. അതറിയുമ്പോഴാണ് അദ്ദേഹം ഉള്ളു തുറന്ന് കീശ വീർപ്പിക്കൽ യോജന നടത്തുമെന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണമെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. മെഡിക്കൽ കോഴ വിവാദത്തിൽ BJPയിൽ അച്ചടക്ക നടപടി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെ സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റി. പ്രമുഖ നേതാക്കളായ V മുരളീധരൻ, PK കൃഷ്ണദാസ്, അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കെതിരെയും നടപടിയുണ്ടാകും. മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നേടുന്നതിനായി കോളേജ് ഉടമയിൽ നിന്നും കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർച്ച നൽകിയതിനാണ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെതിരെ നടപടി. BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെതിരെ ഇന്ന് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം. BJP നേതാവ് വി രാജേഷിന്റെ തിരുവനന്തപുരം വഞ്ചിയൂരിലെ പുതിയ വീടിന് മുന്നിൽ ജനകീയ പ്രതികരണ വേദിയുടെ പേരിൽ വെച്ച ബോർഡ് വലിയ ചർച്ചയായി. നരേന്ദ്രമോദി ഈ വീടിന്റെ ഐശ്വര്യം എന്ന പേരിലുള്ള ബോർഡിൽ സ്ഥിര വരുമാനമില്ലാത്ത രാജേഷിന് കോടികൾ മതിക്കുന്ന വീട് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണുള്ളത്. വഞ്ചിയൂർ അദ്ദേഹം ബഹുനില കെട്ടിടം വെച്ചു. 10 പൈസയുടെ വരുമാനമില്ലാത്ത കാലത്ത് കേവലം BJPയുടെ സ്പോക്സ്മാൻ ആയിരുന്ന സന്ദർഭത്തിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സിറ്റിയിൽ അദ്ദേഹത്തിന് കോടാനുകോടി രൂപയുടെ ആഡംബര ഭവനമുണ്ടായത്. ഇപ്പോൾ മേയറായിട്ട് 5 പൈസ മേടിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും ഇതിന് മുന്നോടിയായിട്ട് അദ്ദേഹം അത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്കാർ വച്ച ഫ്ലെക്സാണ് നിങ്ങൾ കണ്ടത്. അവിടെയും തീർന്നില്ല, മറ്റൊന്ന് കണ്ടു. മെഡിക്കൽ കോഴ അഴിമതി. 5.5 കോടി രൂപയുടെ അഴിമതിയാണ് മെഡിക്കൽ കോളേജ് വാങ്ങിക്കൊടുക്കാമെന്ന പേരിൽ പല ബിസിനസ്സുകാരിൽ നിന്നും പണം തട്ടിയെടുത്തത്. അതിൽ വി രാജേഷിന് നിശ്ചിത പെർസെൻറ്റേജ് കമ്മീഷൻ പറഞ്ഞിരുന്നു, കൊടുത്തില്ല, തേച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇവരെ ഒറ്റി. അതിന് സംഘടനാ നടപടി നേരിട്ട ചരിത്രവുമുണ്ട്.